നോഹയുടെ ദിനത്തിൻ്റെ, ലോത്തിൻ്റെ നാളുകളുടെ രണ്ടാമത്തെ പ്രത്യേകത, അവർ ലൗകികരായി നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് ലൗകികരായി സുഖലോലുപതയിൽ ജീവിച്ച ഒരു തലമുറ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 38-ാമത്തെ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. 24:38 എന്താ കർത്താവ് പറഞ്ഞത്? നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും അവർ കഴിഞ്ഞു പോന്നു. എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചേ, തിന്നുന്നതും കുടിക്കുന്നതും വിവാഹം ചെയ്തതും വിവാഹം കഴിപ്പിച്ചു പോകുന്നതും അത് തെറ്റാണോ? അത് പാപമാണോ സഹോദരങ്ങളെ? ഒരിക്കലുമല്ല. എന്നാൽ നോഹയുടെ ആ ദിനങ്ങളിലെ ആ തലമുറയ്ക്ക് എന്താ സംഭവിച്ചത്? അവർ അതിനു വേണ്ടി മാത്രം ജീവിക്കുകയാണ്. നിത്യതയുടെ വെളിച്ചമില്ലാത്ത, നിത്യജീവന്റെ പ്രത്യാശയില്ലാത്ത, വരാൻ പോകുന്ന യുഗത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, ഈ ലോകത്തെ മാത്രം കണ്ട് ജീവിച്ച ലൗകിക മനുഷ്യരായി നോഹയുടെ കാലത്തെ തലമുറ അധപതിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നിത്യതയെക്കുറിച്ചോ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചോ കർത്താവിനോട് കൂടെയുള്ള നിത്യമായ വാസത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് വിശ്വാസം ഇല്ല, അവർക്ക് യാതൊരു ബോധ്യവുമില്ല. ഈ ലോകത്തിൽ തിന്നും കുടിച്ചും മതിച്ചും ഉല്ലസിച്ചും സുഖിച്ചും ജീവിക്കുക. ജീവിതം ഒന്നേയുള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യുക. എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉല്ലസിച്ച്, അങ്ങനെയൊക്കെ ഈ സുഖങ്ങൾ ആസ്വദിച്ച് സന്തോഷത്തോടെ ഈ ജീവിതം ഇവിടെ പൂർത്തിയാക്കുക. ഇതോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള വ്യാജമായ സങ്കല്പം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അസംഖ്യം ആത്മാക്കളാണ് പിശാചിൻ്റെ ചതിയിൽപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യർ അത് തന്നെയായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വ്യക്തമായ വചനം പറയുന്നുണ്ട്. 5-ാം തിരുവചനം 6:5 എന്താ പറയുന്നത്? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചു, അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. ദുഷിപ്പും വക്രതയും തിന്മയും അശുദ്ധിയെല്ലാം വർദ്ധിച്ചു വന്ന കാലം നമ്മുടെ കാലഘട്ടമായി ഒന്ന് കമ്പയർ ചെയ്യേ. നോഹയുടെ കാലത്തെ, ലോത്തിന്റെ നാളുകളെ നമ്മുടെ ഈ തലമുറയുമായി ഒന്ന് താരതമ്യം ചെയ്ത് ഒരു വ്യത്യാസമില്ല പ്രിയപ്പെട്ടവരെ. അതിനേക്കാൾ വലിയ വഷളത്വത്തിലാണ് നമ്മളായിരിക്കുന്ന ഈ തലമുറ ജീവിക്കുന്നത്, നമ്മളായിരിക്കുന്ന കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് അറിയാത്തവരെ പോലെ ജീവിക്കരുത്, ഒന്നും അറിയാത്തവരെ പോലെ മുന്നോട്ട് പോകരുത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം തരുന്ന ഈ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം. 5-ാം പീസ് മാർപ്പാപ്പ സഭാമക്കളോട് പ്രകാരം മാർപ്പാപ്പ പറഞ്ഞു. ഞാനത് വായിച്ചു പഠിച്ചപ്പോൾ എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? മാർപ്പാപ്പ പറയുകയാണ്, ലോകത്തിലെ എല്ലാ തിന്മകൾക്കും കാരണം മന്നോഷരായ, വിശ്വാസം നഷ്ടപ്പെട്ട, ആത്മീയതയില്ലാത്ത, ആത്മീയതയിൽ മരവിച്ച, ആത്മീയമായി മന്നോഷരായ കത്തോലിക്ക വിശ്വാസികളാണ് ലോകത്തിലെ എല്ലാ തിന്മകൾക്കുമുള്ള കാരണക്കാരെന്ന്. ദൈവമേ, എന്നാ പ്രസ്താവന ഇത്! വിശ്വാസം നഷ്ടപ്പെട്ട് ആത്മീയമായി മരവിപ്പോടെ ജീവിക്കുന്ന, ആത്മീയ മന്നോഷരായ കത്തോലിക്ക വിശ്വാസികള്, ക്രൈസ്തവരാണ് ഈ ലോകത്തിലെ സകല ദുഷ്ടതകൾക്കും തിന്മകൾക്കുമുള്ള കാരണക്കാര്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ നിസ്സംഗതയും നമ്മുടെ ആത്മീയ മന്ദതയും നമ്മുടെ ആത്മീയ അനാസ്ഥയുമാണ് ഇനി ഈ നാശത്തിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ മറന്ന് ജീവിക്കരുത്. നമ്മുടെ കർത്താവ് ആഫ്രിക്കയിൽ അവിടെ ഒരു ബാലന് പ്രത്യക്ഷപ്പെട്ട്, സഗദേശി എന്നാണ് അവൻ്റെ പേര്. എന്താണ് ആ ബാലനോട് നമ്മുടെ കർത്താവ് പറഞ്ഞത്? നന്മ ചെയ്യാനുള്ള സമയം ഇനിയും നഷ്ടപ്പെടുത്തരുത്, ഇനി അധികം സമയം ഇല്ല, ശ്രദ്ധിച്ച്
ഇതിനർത്ഥം മനസ്സിലാക്കി കൃപയോടെ വായിച്ച് ഇനി അധികം സമയം അവശേഷിച്ചിട്ടില്ല. യേശു വരികയും സകലരും അവിടത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യും. അന്ത്യവിധിക്കായി ഒരുങ്ങുന്നതിൽ നാം ജാഗ്രതയുള്ളവരാകണം. അന്ത്യവിധിക്കായി ഒരുങ്ങുന്നതിൽ നാം ജാഗ്രതയുള്ളവരാകണം. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗം തരുന്ന പ്രവചന സന്ദേശമാണിത്. നമുക്ക് എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഈ സന്ദേശങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് സ്വർഗം തരുന്ന ഈ പ്രവചനങ്ങളിൽ ഹൃദയമുറപ്പിക്കാൻ പറ്റുന്നുണ്ട്? നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ, നമ്മൾ കടന്നു പോകുന്ന സമയത്തിൻ്റെ പ്രാധാന്യത സ്വർഗം നമ്മെ വീണ്ടും 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 അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോഹയുടെ ആ കാലത്തിലെ മനുഷ്യരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും കഴിപ്പിച്ചു, അതുമാത്രം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം അവർ മുഴുകി ജീവിക്കുകയാണ്. തനി ലൗകികരായി അവർ മാറുകയാണ്. ആത്മീയമായി യാതൊരു ചിന്തയും അവർക്കില്ല. ആത്മീയ ശുശ്രൂഷകളോട് പുച്ഛം, ആത്മീയ കാര്യങ്ങളോട് മന്ദത. എൻ്റെ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തെ നിങ്ങൾ വിവേചിച്ച്, ഈ കാലഘട്ടത്തിന് പ്രത്യേകത എന്താ? ഇത് തന്നെയല്ലേ അതാ കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിനങ്ങൾ പോലെയായിരിക്കും, ലോത്തിന്റെ നാളുകൾ പോലെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി ഈ കാലത്തെ അറിയുന്നവരായി മാറണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 19-ാം വചനത്തിൽ, അവിടെ ഈ ലോകം കണ്ട് മാത്രം ജീവിക്കുന്നവരെ നോക്കി എന്താണ് സ്വർഗത്തിന് പറയാനുള്ളത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നമ്മൾ നിർഭാഗ്യരാണ്. സകല മനുഷ്യരെക്കാൾ നമ്മൾ നിർഭാഗ്യരാണ്. എൻ്റെ സഹോദരങ്ങളെ, സഭയിലൊരു വലിയ അമ്മമാതാവിന് പ്രതിഷ്ഠീകരണമാണ് അക്കീത്തയിൽ സിസ്റ്റർ ആഗ്നസ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ജപ്പാനിലെ അക്കീത്തയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. സിസ്റ്റർ ആഗ്നസിനോട് അമ്മ ഇപ്രകാരം പറഞ്ഞു, സ്വർഗം നൽകിയ പ്രവചനമാണത്. എന്താണ് അമ്മ പറഞ്ഞത്? മനുഷ്യർ പശ്ചാത്തപിച്ച് നന്മയിലേക്ക് പിന്തിരിഞ്ഞില്ലെങ്കിൽ പിതാവായ ദൈവം മനുഷ്യവർഗം മുഴുവൻ്റെ മേലും ന്യായവിധി അയക്കും. ഇതിന് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം നോഹയുടെ കാലത്തെ മഹാജലപ്രളയത്തെക്കാൾ ഭയാനകമായിരിക്കും അത്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തെക്കാൾ ഭയാനകമായിരിക്കും വരാൻ പോകുന്ന ന്യായവിധി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ലൗകികരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ സ്വന്തം ജനമാണ്. നമ്മൾ ലൗകികരായി ജഡീകരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ നിത്യതയുടെ അവകാശികളാണ്. നമ്മൾ നിത്യജീവന്റെ ജീവിതങ്ങളാണ്. നമ്മൾ നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ്. ഈ സത്യം ഗ്രഹിച്ചുകൊണ്ട് നിത്യജീവന്റെ ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ, ജീവിക്കുവാൻ സ്വർഗം നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ നോഹയുടെ കാലത്തിൽ ആ മനുഷ്യർക്ക്, അവർക്ക് നിത്യതയുടെ വെളിച്ചമില്ല. ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതി അവർ മുന്നോട്ട് പോയി. അവർ തിന്നും കുടിച്ചും മതിച്ചും ഉല്ലസിച്ചും, അവർക്ക് മറ്റൊന്നുമില്ല. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവസാന നാളുകളിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് പ്രവചിച്ചുകൊണ്ട് പറയുകയാണ്, അവസാന നാളുകളിൽ, ശ്രദ്ധിക്കണമേ, അവസാന നാളുകളിൽ കുറച്ച് പ്രത്യേകതകൾ അവിടെ പൗലോസ്ലീഹ പറയുന്നു. 4-ാം വചനത്തിലോട്ട് വരുമ്പോൾ പറയുന്നു, വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം, എല്ലാവരും ഒന്നിച്ചു വായിച്ചേ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ഇതല്ലേ ഈ കാലത്തിന്റെ പ്രത്യേകത? ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുന്നതിന് പകരം ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ,
ഈ ലോകത്തിന്റെ ആസക്തികളിൽ, ഈ ലോകത്തിന്റെ നിറങ്ങളിൽ, വർണ്ണങ്ങളിൽ, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ, ഭോഗേച്ഛകളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാകും. എപ്പോൾ? അവസാന നാളുകളിൽ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതൊന്നും അഭിചാരിതങ്ങളല്ല. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലും നമ്മുടെ കുടുംബങ്ങൾ, എന്തുമാത്രം ക്രൈസ്തവ കുടുംബങ്ങളാണ് നശിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? ലൗകികത്വമാണ്. ലൗകികത്വം, ലോകാരൂപി നമ്മുടെ കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കി, ലോകാരൂപി നമ്മുടെ സഭയുടെ അകത്തേക്ക് കടന്നുകൂടി, ലോകാരൂപി നമ്മുടെ ആത്മീയതയെ ശുഷ്കമാക്കി, നമ്മൾ ആത്മീയ മന്ദതയുള്ളവരാക്കി, നമ്മൾ അനാസ്ഥയുള്ളവരാക്കി. സ്പിരിറ്റ് ഓഫ് വേൾഡ്, ലോകത്തിൻ്റെ ആത്മാവ്, ലോകത്തിൻ്റെ രൂപി. നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ, തിരിച്ചറിയണം. വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. സ്തുതിക്കുന്നു. കരമെടുത്ത് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ശക്തിയോടെ സ്തുതിച്ചേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വഴിവിട്ട അരാജകത്വങ്ങളും മ്ലേച്ഛതകളും ജഡികമായ സുഖത്തിന് വേണ്ടി, ശരീരത്തിന് നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി അവർ ജീവിക്കൂ. ഇന്ന് എത്രയെത്ര യുവമക്കള്, കുഞ്ഞുങ്ങള്, ദമ്പതികള്, എന്തിന് വിളിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട അനേകം ആത്മാക്കൾ പോലും ഇന്ന് ലൗകികരും ജഡീകരുമായി ജീവിക്കുന്നു. നമ്മൾ ഇന്നലെ തിരുവചന ശുശ്രൂഷയിൽ കണ്ടു. സഭയിൽ ഒരു മിസ്റ്റിക്കാണ് ജോസഫ് ടെറിലിയ. പരിശുദ്ധ അമ്മ മാതാവ് ജോസഫ് ടെറിലിയോട് പറഞ്ഞു, ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകൾ, ചില രാഷ്ട്രങ്ങളിലെ ഗവൺമെൻറ്റുകൾ സ്വർഗഭോഗത്തെയും സാത്താൻ്റെ എല്ലാവിധ മ്ലേച്ഛതകളെയും സംരക്ഷിക്കുവാൻ ശ്രമിക്കും. സ്വർഗഭോഗത്തെയും സാത്താൻ്റെ എല്ലാവിധ മ്ലേച്ഛതകളെയും സംരക്ഷിക്കുവാൻ ശ്രമിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ഈ പ്രവചന സന്ദേശം ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനു വേണ്ടി പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയിരിക്കുന്ന ഈ പ്രവചന സന്ദേശം എന്തുമാത്രം അർത്ഥവത്താണെന്ന് നമ്മൾ അറിയാതെ പോകരുതേ. നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ലോത്തിന്റെ നാളുകൾ പോലെ ആയിരിക്കും. ലോത്തിന്റെ നാളുകൾ എന്താണ്? ലോത്തിന്റെ നാളുകളുടെ പ്രത്യേകത നമ്മൾ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 26, 27, 28, 29 വചനങ്ങളിൽ നമ്മൾ കണ്ടു ലോത്തിന്റെ നാളുകൾ. നോഹയുടെ ദിനങ്ങൾ നമ്മൾ കണ്ടു. ഈ ലോത്തിന്റെ നാളുകളിൽ പ്രധാന പ്രത്യേകത എന്താണ്? അതറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് വരണം. അവിടെ 19-ാം അധ്യായം, ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 4-5 വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വചനം വായിക്കാം. 4-5 വചനങ്ങൾ എന്താ പറയുന്നത്? അവർ കിടക്കും മുൻപേ സോദോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്നു വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ആ പുരുഷന്മാരുമായി ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ശ്രദ്ധിക്കണമേ, അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്തിന്റെ ഭവനത്തിലേക്ക് അതിഥികളായി വന്ന മൂന്ന് ചെറുപ്പക്കാരെ അവരുമായി പാപം ചെയ്ത് സുഖഭോഗങ്ങളിൽ ഏർപ്പെടുവാനായി അവിടെ വന്ന യുവജനങ്ങളും വൃദ്ധന്മാരെല്ലാം വിളിച്ചു പറയാ, ഞങ്ങൾക്ക് അവരുമായി രമിക്കണം, സുഖഭോഗങ്ങളിൽ ഏർപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, അതാണ് സ്വർഗ ബന്ധങ്ങള്, സെയിം സെക്സ് മാരേജ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിൽ എത്രയോ രാജ്യങ്ങളിൽ ഈ സ്വർഗ വിവാഹങ്ങൾ അത് ലീഗലൈസ് ചെയ്തു, നിയമപരമായി അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. നമ്മൾ ഏതാണ്ട് ചില രാജ്യങ്ങൾ പെട്ടെന്നൊന്ന് കാണുകയും നിങ്ങൾ ശ്രദ്ധിച്ച്, നെതർലൻഡ് 2000 ഏറ്റവും ആദ്യം സെയിം സെക്സ് മാരേജ് ഈ നിയമം ആദ്യം കൊണ്ടുവന്ന രാജ്യം നെതർലൻഡാണ് 2001. ബെൽജിയം 2003, കാനഡ 2005, സ്പെയിൻ. ഇതെല്ലാം കാത്തലിക് കൺട്രികളാണ്. നിങ്ങൾ ആലോചിക്കണം, ക്രിസ്ത്യൻ കൺട്രികളാ. അവിടെയാണ് ഈ തകർച്ച വന്നിരിക്കുന്നത്, വിശ്വാസ തകർച്ച. ശ്രദ്ധിച്ച്, സ്പെയിൻ 2005, സൗത്ത് ആഫ്രിക്ക 2006, നോർവേ 2009, സ്വീഡൻ, ഐസ്ലാൻഡ്, പോർച്ചുഗൽ, അർജന്റീന
ഡെൻമാർക്ക് തുറന്നുള്ള വീണ്ടും രാജ്യങ്ങൾ ന്യൂസിലൻഡ്, ഫ്രാൻസ്, ബ്രസീല്, ഇംഗ്ലണ്ട്, വെയിൽസ് 2014 സ്കോട്ട്ലൻഡിൽ 2014. എത്രയോ രാജ്യങ്ങളിൽ സഹോദരങ്ങളെ, അയർലൻഡിൽ 2015 പ്യുവർ കാത്തലിക് കൺട്രിയാണ്, അവിടെ ഈ തകർച്ച വന്നിരിക്കുന്നത്. അമേരിക്കയിൽ 2015 ഒബാമയുടെ കാലത്താണ് വന്നത്. ഗ്രീൻലാൻഡിൽ 2016, കൊളംബിയയിൽ 2016, ഫിൻലാൻഡിൽ 2017, ജർമ്മനിയിൽ 2017, മാൾട്ട, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, തായ്വാൻ, ഇക്വഡോർ, നോർത്തേൺ അയർലൻഡ്, കോസ്റ്ററിക്ക, സ്വിറ്റ്സർലൻഡ്, മെക്സിക്കോ, ചിലി, സ്ലൊവാനിയ, ക്യൂബ ഒക്കെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടു. അവസാനം ഗ്രീസ് 2004 ക്രൈസ്തവ ക്രിസ്തീയ രാജ്യമാണ് ഗ്രീസില്. നോക്കിയ നിങ്ങൾ, സ്വവര വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യങ്ങൾ എത്ര കൃത്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് ജോസഫ് ടെറിലിയയിലൂടെ അമ്മ പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ അടയാളങ്ങൾ അറിയാത്തവരെ പോലെ നമ്മൾ ഇവിടെ ജീവിക്കരുതേ. ഇത് സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകളാ. നമ്മൾ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവാൻ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് പ്രവർത്തിക്കുവാൻ സ്വർഗം തരുന്ന ഈ അടയാളങ്ങൾ നമ്മൾ അവജ്ഞയോടെ കാണരുതേ, നമ്മൾ പുച്ഛിച്ച് തള്ളരുതേ. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയ, ഈ ലോകത്തിന് വീണ്ടെടുപ്പിന് വേണ്ടിയ സഹോദരങ്ങളെ ഈ അടയാളങ്ങളെല്ലാം സ്വർഗം നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിനങ്ങൾ പോലെ, ലോത്തിന്റെ നാളുകൾ പോലെ ആയിരിക്കുമെന്നുള്ള കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ മറന്നു കളയരുത്. നമ്മൾ കണ്ടു ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ ഇത് പ്രാബല്യത്തിലായി. അതിൻ്റെ ചില വിഷ്വൽസ് നിങ്ങളൊന്ന് കണ്ടേ. ഇത് കണ്ട് നമ്മുടെ മനസ്സ് അശുദ്ധമാകാനല്ല. നിങ്ങൾ ശ്രദ്ധയോടെ ആ വിഷ്വൽസ് നോക്കിക്കുക സഹോദരങ്ങളെ. ലോകത്തിൽ നടമാടുന്നത് കണ്ടു. ഇതാ പ്രൈഡ് പരേഡാണ്. LBGTQ കണ്ടു. അവിടെ റാലികള്. ലോകം ഇന്ന് ഈ തിന്മയുടെ പിടിയിലാണ്. ലോകം ഈ പാപമ്ലേച്ഛതയിലാണ്. ലോത്തിന്റെ ദിനങ്ങൾ പോലെ മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി ലോത്തിന്റെ ദിനങ്ങൾ പോലെ ആയിരിക്കും, ലോത്തിന്റെ നാളുകൾ പോലെ ആയിരിക്കും. കണ്ടോ, പ്രൈഡ് പരേഡുകളാണ്. സ്വർഗഭോഗികളുടെ സെയിം സെക്സ് ആഗ്രഹിക്കുന്നവരുടെ റാലികളെല്ലാം നടക്കുകയാണ് സഹോദരങ്ങളെ. അവരുടെ വിവാഹങ്ങള് നമുക്കറിയാം. ഇന്ന് സഹോദരങ്ങളെ സെയിം സെക്സ് മാരേജ് വിവാഹങ്ങൾ കണ്ടു. ദൈവമേ, നമ്മളായിരിക്കുന്ന ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയണം. ജീസസ് അൾത്താരകളിൽ വരെ സ്ഥാനം പിടിച്ചു വിനാശകരമായ ദൈവനിന്ദകളെ നമ്മൾ ഈ കാണുന്നത്. നമ്മൾ മാപ്പ് ചോദിക്കണം, പരിഹാരം ചെയ്യണം, അനുതപിക്കണം, മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കണം. നിനക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നോഹയുടെയും ലോത്തിന്റെയും ദിനങ്ങൾ പോലെ അപ്പോസ്തലനായ പൗലോസ് ഈ കാലഘട്ടത്തെ നമ്മൾ കണ്ട ഈ വിഷ്വൽ ചിത്രീകരണങ്ങൾ എത്ര അർത്ഥവത്താണ് കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങളിൽ. റോമാക്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായം അവിടെ 26-27 വചനങ്ങൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. സ്ത്രീയുമായിട്ടുള്ള പാപം, സെയിം സെക്സ്. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. സഹോദരങ്ങളെ, ലോത്തിന്റെ ദിനങ്ങളുടെ ഒരു വലിയ പ്രത്യേകത സെയിം സെക്സ് ആയിരുന്നു. സെയിം സെക്സ്. ഇന്ന് ഈ കാലഘട്ടം നിങ്ങൾ നോക്ക്, ലോത്തിന്റെ കാലത്തെക്കാളും മ്ലേച്ഛതയും ദുഷിപ്പും ബാധിച്ച
ഒരു കാലത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ വിസ്മരിക്കരുത്. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ അടുത്തെത്തിയിരിക്കുന്നു.